ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല മഴയാണ്, കാലാവസ്ഥ നമുക്ക് പൂർവ്വാധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മഴ കിട്ടിയാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല കാര്യങ്ങളും നടക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് മഴ പെയ്യുമ്പോൾ മനസ്സിലൊരു പേടി സ്വപ്നമാണ് അല്ലേ, നാളെ എന്താകും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ നല്ലവരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഏട്ടൻ പോയി. പിന്നെ ഇപ്പോൾ ഇതാ ചോറായിട്ടുണ്ട്, കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കറി ചിലപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ, കാരണം എന്താ വെച്ചാൽ ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പുറത്തോട്ടൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നേരെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മുടെ രണ്ട് മക്കളും കൂടി ഇരുന്നിട്ട് കളിക്കുകയാണ് കേട്ടോ. ബെഡിൽ ഇരുന്നിട്ടാണ് കളിക്കണത്. ബെഡ്ഷീറ്റൊന്നും ഇപ്പോൾ വിരിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഇവരിങ്ങനെ കുത്തി മറിഞ്ഞ് കളിക്കും. കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം എന്തായാലും കറി വെക്കാൻ തന്നെ തീരുമാനിച്ചു. നമുക്ക് ഉണക്കമീൻ പുളി വെക്കാം. അതിനായിട്ട് തക്കാളിയും പുളിയും എല്ലാം കൂടി പിഴിഞ്ഞ് അത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കമത്തി ഉണ്ടല്ലോ അത് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. പിന്നെ ഇപ്പോൾ ഇതാ അതിലേക്ക് നാളികേരവും മല്ലിയും മുളകും എല്ലാം കൂടി വറുത്തരച്ചിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പാലക്കാടൻ രീതിയിലുള്ള ഒരു ഉണക്കമീൻ പുളി പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. ഏട്ടന് പിന്നെ ഒരൊറ്റ നിർബന്ധമേ ഉള്ളൂ കേട്ടോ, എന്ത് കറി വയ്ക്കുകയാണെങ്കിലും അത് നാളികേരം അരച്ച് വെക്കണം. കഴിവതും നാളികേരം കാണണം. നാളികേരം അരച്ച കറികൾ കണ്ടാൽ പിന്നെ ഒന്നും പറയില്ല, അതിന് വലിയ കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കില്ല. അല്ലാത്ത കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കില്ലേ, അതൊന്നും പിടിക്കില്ല വല്ലാതെ എന്നല്ല, അത് കഴിക്കില്ല. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സാക്കിയ ശേഷം നമ്മുടെ ആ സൈഡിൽ നിന്ന് ചെറിയൊരു തള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം കേട്ടോ. നല്ലോണം തിളച്ച് മറിയരുത്. തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ ആ കറിയുടെ ആ ഒരു ടേസ്റ്റിനെ മാറിക്കിട്ടും. ഏതൊരു കറി വെക്കുകയാണെങ്കിലും തിളച്ച് മറിയാൻ സമ്മതിക്കരുത്. പിന്നെ ഇപ്പോൾ ഇതാ കുറച്ച് സവാള എടുത്ത് അരിഞ്ഞു. അതുപോലെ തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒരു മണത്തിന് വേണ്ടി ഒഴിച്ചൊന്നേ ഉള്ളൂ, നമുക്ക് ഫുള്ള് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ സാധനങ്ങൾ പെട്ടെന്ന് കാലിയാവാതിരിക്കാനുള്ള ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ എന്നിട്ട് അത് എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ രണ്ടെണ്ണയും കൂടിയിട്ട് ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. സവാള ഒന്ന് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് യാതൊരു പണിയില്ല കേട്ടോ, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ ഉള്ള പോലെ തോന്നും കേട്ടോ, അത് എണ്ണയല്ല, അതിൻ്റെ പതയാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് പതഞ്ഞു വരും, പക്ഷേ യാതൊരു കുഴപ്പമില്ല കേട്ടോ അത് പതഞ്ഞു വന്നതുകൊണ്ട്. ഞാൻ ഈ ചട്ടി പിടിച്ച് വാങ്ങിയിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനിവിടെ പിടുങ്ങിയെന്നാണ് കേട്ടോ പറയുക. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ പിടുങ്ങി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. നിങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം കേട്ടോ. എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്നു, അതിനങ്ങനെ പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടന് ഉച്ചയ്ക്ക് കഴിക്കാൻ വരാത്ത ദിവസങ്ങളിലുണ്ടല്ലോ ഞാൻ നാളികേരം അരച്ച കറിയൊന്നും അങ്ങനെ വെക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അത് വെച്ചാൽ ഒന്നാമത് ബാക്കിയാവും ചെയ്യും. പിന്നെ മക്കൾക്കാണെങ്കിലും ഉപ്പേരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കും. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാളികേരം അരച്ച കറി ഉച്ചയ്ക്ക് ഏട്ടനില്ലാത്തപ്പോൾ വെക്കാറില്ല. അപ്പോൾ ഇന്ന് എന്തോ ഒരു ഇതിൽ ഞാൻ വെച്ചതാണ് കേട്ടോ. പക്ഷേ അത് ഭാഗ്യമായി. പെട്ടെന്ന് ഏട്ടൻ വിളിച്ചിട്ട് ചോദിക്കണോ എന്താ ചോറും കറിയൊക്കെ വീട്ടിലില്ലേ, ഞാൻ കഴിക്കാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ വെച്ചത് ഭാഗ്യമായി. ഉപ്പേരിയൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഏട്ടന് ഉച്ചയ്ക്ക് വരുമ്പോൾ അധികം കോഴിമുട്ട അല്ലെങ്കിൽ പപ്പടം എന്തെങ്കിലും കൊണ്ടുവരും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഉള്ളി തളിച്ച ആ ചട്ടി കഴുകാതെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എടുത്ത പാത്രമൊക്കെ ഒന്ന് കഴുകി സിങ്കൊക്കെ ഒന്ന് കഴുകി അവിടെ നിന്ന് തുടച്ചിട്ടു. ഇപ്പോൾ ഞാൻ സിങ്ക് കഴുകാൻ ഉപയോഗിക്കുന്ന ലോഷൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ഇത് കൂടെ ബാഗൊക്കെ തൂക്കിയിട്ട് വിൽക്കാൻ കൊണ്ടുവരില്ലേ, അങ്ങനെ കൊണ്ടുവന്നൊരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, പിന്നെ നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ആ കുട്ടി അതേ ഓർമ്മിപ്പിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നു. അപ്പോൾ എനിക്കൊരു സഹതാപം തോന്നിയിട്ടേ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചേച്ചി എടുത്തില്ല, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സഹതാപം തോന്നിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ 100 രൂപയാണ്, 100-120 അപ്പോൾ അത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. പിന്നെ സിങ്കാണെങ്കിലും നമ്മൾ മീൻ എന്തെങ്കിലുമൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ സിങ്ക് കഴുകുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക മണം കിട്ടുന്ന നല്ല ക്ലീനിങ് ആവണുണ്ട് കേട്ടോ.
ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ക്ലീനിങ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കും കേട്ടോ. അല്ലാതെ ഫുഡ് ഐറ്റംസ് ഒന്നും മേടിക്കില്ല. കാരണം എനിക്കത് ഭയങ്കര പേടിയാണ്. ഒരിക്കൽ ഇതുപോലെ ഞാൻ ചായപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ചായപ്പൊടി മേടിച്ച സമയത്ത് ഞാനത് കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര തലവേദനയും ഛർദ്ദിക്കാൻ വരലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായപ്പൊടിയുടെ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ചായ കുടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ തലവേദന വരുന്നതെന്ന്. പിന്നെ അതിന് ശേഷം ഞാനത് കളഞ്ഞു. പിന്നെ ഞാൻ ആ ചായപ്പൊടി യൂസ് ചെയ്തില്ല. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസൊക്കെ എനിക്ക് വാങ്ങിക്കാനും പേടിയായി കേട്ടോ. കറിയൊക്കെ ആയതിനു ശേഷം ഏട്ടൻ കഴിക്കാൻ വന്നപ്പോൾ പിന്നെ ഏട്ടനും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കെന്തോ രാവിലെ പുട്ട് കഴിച്ചത് കൊണ്ടാണ് തോന്നുന്നു ഉച്ചയ്ക്ക് വിശപ്പ് തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ നിന്നില്ല. കുറച്ച് വെള്ളവും പിന്നെ ഒരു ചെറിയ പഴമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ ഫുള്ള് ഡയറ്റിംഗ് ആയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ റൂമിനകത്ത് പോയി റീൽസ് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ മക്കളുടെ ഒപ്പമൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ മക്കൾ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു സമയത്ത് അടുക്കളയിൽ കയറി ഇവരിങ്ങനെയാണ് സ്റ്റൂളൊക്കെ വെച്ച് അടുത്ത് വന്നിരിക്കും കേട്ടോ. പക്ഷെ എൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും അവരുടെ കൂടെ. അപ്പോൾ ഇതാ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ കത്തിച്ചിട്ടില്ല, അതാ ധൈര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് കേട്ടോ. 2 മണിക്ക് ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ 4 മണി 4:15 കഴിയും ഞങ്ങൾ വാതിൽ തുറക്കണമെങ്കിൽ, ഉമ്മറത്തെ വാതിൽ തുറക്കണമെങ്കിൽ. പിന്നെ ഉമ്മറത്തെ വാതിൽ തുറന്നാൽ കുറച്ച് നേരമൊക്കെ ഇവരൊന്ന് പുറത്തു കൂടെ പോകും കേട്ടോ. 2 മണി തൊട്ട് 4 മണി വരെ റൂമിനകത്ത് തന്നെയാണ്, ഉറങ്ങുമൊന്നുമില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് പേപ്പർ ഇടും, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കും. പിന്നെ എനിക്ക് ഈ അടിച്ചു വരാനും ഇതിനൊക്കെ തന്നെ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതാ പാലും വെള്ളമൊക്കെ ഒഴിച്ച് തിളയ്ക്കാറായപ്പോൾ ചായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം കട്ടൻ ചായ ഇല്ലേ നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ചൂടുള്ള പാലിലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇപ്പോൾ ഉണ്ടാക്കണത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നത് ചായക്ക്. നമ്മൾ കടുപ്പത്തിൽ ചായ തിളപ്പിച്ചിട്ട് ചൂടുള്ള പാലിലേക്ക് ഒഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഇനിയിത് മാറ്റണം, അതുപോലെ തന്നെ ആക്കണം. ആക്കുമ്പോൾ മക്കളുണ്ടല്ലോ കണ്ണും ചെവിയും തരുന്നില്ല, എന്തെങ്കിലുമൊക്കെ കണ്ടോ കുരുത്തക്കേട് ഒപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈയും കാതും കണ്ണും ഒക്കെ ഒപ്പം വേണം. പിന്നെ ഇവരെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യണമെങ്കിൽ അവൾ ചെയ്യണം, ഗ്യാസ് കമ്മിയാക്കണമെങ്കിൽ അവൾ ചെയ്യണം. അതുപോലെ ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് പൈസ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അവൾക്ക് തന്നെ ചെയ്യണം എന്നുള്ള വാശിയാണ് കേട്ടോ. ഇല്ലെങ്കിൽ അവളെ കിടന്ന് അവൾ വട്ടം കറങ്ങി എന്താ പറയുക ആകെങ്കിട് കരഞ്ഞ് പിഴിഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കും. തിളച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കും കേട്ടോ. എന്താണെന്നറിയുക ചായപ്പൊടിയിൽ മുഴുവൻ ആ ഒരു പൊടീൻ്റെ ആ കടുപ്പുണ്ടല്ലോ അത് മുഴുവൻ ആ ചായയിലേക്ക് ഇറങ്ങാനായിട്ടാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, 2 പ്ലേറ്റ് ഇവർ കഴിച്ചതാണ് ഉച്ചയ്ക്ക്. ഞാനപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് പോയി. പിന്നെ ശ്രീക്കുട്ടിയാണ് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ ചായക്ക് വേണ്ടിയിട്ട് അപ്പോഴേക്ക് ശ്രീക്കുട്ടി ബിസ്ക്കറ്റും റസ്ക്കും എല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാടെ പ്ലേറ്റിൽ എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതൊന്നും കഴിക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. വല്ല മുളക് ബജിയോ കായ ബജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കുഴപ്പമില്ല എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ പിന്നെ എന്താ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ മധുരമുള്ളതാണ്. എനിക്ക് മധുരമുള്ളതിനോട് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ. എരിവുള്ളതാണെങ്കിൽ ചായയുടെ കൂടെ കൂടുതൽ ഇഷ്ടം. പിന്നാണെങ്കിലോ മധുരത്തിനോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം. അപ്പോൾ മധുരമുള്ള മിക്സ്ചർ, അതുപോലെ തന്നെ നെയ് റസ്ക്, പിന്നെ വേറെന്താ ബിസ്ക്കറ്റും ഒക്കെ പാടെ ഉണ്ടായിരുന്നു. എന്താ തേങ്ങ ബിസ്ക്കറ്റ്, എരിവുള്ളത് ഒരൊറ്റൊന്നുമില്ല. അപ്പോൾ ഇതാ 2 ദിവസം മുന്നേ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇനി എരിവുള്ളത് അപ്പോഴേ ഞാൻ ചോദിച്ചു എരിവുള്ളതൊന്നും കൊണ്ടുവന്നില്ലേന്ന്. അപ്പോൾ വേണമെങ്കിൽ പച്ചമുളക് എടുത്ത് കടിച്ചോന്ന് എന്നോട് പറയാം. കൂട്ടിയതിന് ശേഷം 2 ആൾക്കും ഒരേപോലത്തെ ഗ്ലാസ് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ആളും കൂടി അതിനും വേണ്ടി അടി കൂടും. ചില സമയത്തൊക്കെ എൻ്റെ തല പോകുകയും കുറേ വഴക്ക് പറയും, പിന്നെ കുറേ സമാധാനിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വെക്കേഷൻ അങ്ങോട്ട് പോവും. പറഞ്ഞാലും അവരുടെ ഈ അടിയും പിടിയും ബഹളവും കാരണം നമുക്ക് സമയം പോകുന്നതും അറിയില്ല. പിന്നെ നമ്മുടെ മനസ്സിൽ ഒരുവിധം ഭാരങ്ങളും
പ്രശ്നങ്ങളും ടെൻഷനും എല്ലാം നമുക്ക് ഒരുവിധം ഒന്ന് ഒഴിഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങിയാലാണ് പിന്നെ ഇനിയിപ്പോൾ അതിന് കുറച്ചൊരു ഇടങ്ങറുണ്ടാവും. 2 മാസം കാലിൻ്റെ ഇടയിൽ കൂടെ തന്നെ കടന്നിട്ടല്ലേ. കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ശ്രീന് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങറായിരുന്നു കേട്ടോ. ഒരു പാവം പിടിച്ച പോലെ ഒരു കുട്ടിയായിരുന്നു. ഇപ്പോഴത്തെ പോലെയല്ല, ഭയങ്കര ആരോടും സംസാരിക്കില്ല, സൈലൻ്റാണ്, കച്ചറ ഉണ്ടാക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ അവൾ കുറച്ചും കൂടി മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം സ്കൂളിൽ പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ടുള്ള സ്നാക്സ് ഒക്കെ എടുത്തു. ശ്രീകുട്ടി നിറയെ വാരിക്കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് അങ്ങനെയാണ്, കണ്ണും കാതും ഇല്ലാതൊക്കെ എടുത്ത് വയ്ക്കും. പിന്നെ ഇപ്പോൾ മഴയൊക്കെ അപ്പോഴേക്കും ഒന്ന് ശാന്തമായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ പ്രകൃതി കാണാൻ. നമ്മുടെ ഈ ഒരു ഉമ്മറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. സ്കൂളും അംഗനവാടിയും പിന്നെ രാവിലെ എണീറ്റാലും തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബൊക്കെയാണ്. അപ്പോൾ വൈകുന്നേരം മഴയൊക്കെ പെയ്തിട്ട് തോർന്നിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേരൊക്കെ കളിക്കണു. അവർ മീൻ പിടിക്കാനോ അങ്ങനെയൊക്കെ തോട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ഷീറ്റിൻ്റെ മുകളിലുണ്ടല്ലോ വെള്ളം താഴേക്ക് പടപടാന്ന് വീഴുന്നുണ്ട്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവറിലുള്ള വീഡിയോ മാത്രമേ എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺ വോയിസിലാകുമ്പോഴേ ആ ഒരു സൗണ്ട് ഉള്ളിലേക്ക് എത്ര വാതിലടച്ചാലും ഉള്ളിലേക്ക് അലഞ്ഞു കേൾക്കുകയാണ്. കണ്ടോ, ഈ ഒരു വെള്ളം നേരെ ഷീറ്റിൻ്റെ മുകളിൽ വീണിട്ടാണ് താഴേക്ക് വീഴുന്നത്. അപ്പോൾ അങ്ങനെ കുടി കഴിഞ്ഞ് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ സമയത്തേക്ക് ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ വന്നപ്പോൾ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിറയെ പച്ചക്കറി ഉണ്ട് കേട്ടോ. പയറും പീച്ചിങ്ങ, കാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ കുറച്ച് മാങ്ങയും തക്കാളിയും കുമ്പളങ്ങയും എല്ലാ പച്ചക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പരത്തി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ ഇതിലാക്കിയതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഫ്രിഡ്ജിനകത്തേക്ക് അത് കയറ്റി വെച്ചു. അപ്പോഴേക്കും നല്ല മഴ താണ്ഡവം ആടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കാണും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു. സ്നേഹത്തോടെ എന്നും എപ്പോഴും നമുക്ക് വരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.